ഇന്ദുജയുടെ ഫ്രണ്ട് അജാസ്, അജാസിൻ്റെ ഫ്രണ്ട് അഭിജിത്ത്, അഭിജിത്തിൻ്റെ ഭാര്യ ഇന്ദുജ. ഇങ്ങനെ 3 പേരും കോമൺ ഫ്രണ്ട്സ്. പിന്നീട് സംഭവിക്കുന്നത് ഇന്ദുജയുടെ മരണമാണ്, ഒരു ആത്മഹത്യയാണ് സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്ദുജയുടെ വീട്ടുകാർ പരാതിപ്പെടുന്നത് അഭിജിത്തും അഭിജിത്തിൻ്റെ വീട്ടുകാരും ചേർന്ന് ജാതി ആക്ഷേപം, അധിക്ഷേപം, ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, മാനസിക പീഡനം ഉണ്ടായിരുന്നു, ശാരീരിക പീഡനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസിലേക്ക് കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊന്നതാകാം, അതൊരു കൊലപാതകമാകാം എന്നുള്ള രീതിക്ക്. അതിൻ്റെ ആദ്യത്തെ സമയത്ത് തന്നെ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിക്കാണും. കാരണം ഇതിനകത്ത് അജാസ് എന്ന് പറയുന്ന മൂന്നാമതൊരാളുടെ പേര് കടന്നു വരുന്നു. അതായത് ഇവരുടെ കോമൺ ഫ്രണ്ടാണ് അജാസ്, ഒന്നിച്ച് പഠിച്ചതാണ്. അജാസിൻ്റെ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമായിരുന്നു അഭിജിത്ത് കൊടുത്തിരുന്നത്. അതിനേക്കാൾ ഏറ്റവും നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും നടപ്പില്ലാത്തതുപോലെ തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത്, അജാസിന് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം, ഈ പറയുന്ന ഇന്ദുജയെടുത്ത് സംസാരിക്കാം. ഇന്ദുജയായിട്ട് അവസാനമായിട്ട്, അതായത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം അജാസ് വരുന്നു, ഇന്ദുജയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു, ശംഖുമുഖത്തേക്ക് കൊണ്ടുപോകുന്നു, പാതിരാത്രി കൊണ്ടിറക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കഥ പിന്നീട് തൊട്ടടുത്ത നിമിഷങ്ങളിലേക്ക് നമ്മൾ കേൾക്കുന്നത്, പോലീസിൻ്റെയൊക്കെ റിപ്പോർട്ട് വരുന്ന സമയത്ത് കേൾക്കുന്നത്, ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തിരുന്നു. അപ്പോഴും പുറത്തു വരുന്ന കാര്യം അത് അജാസാണ് ചെയ്തത്. അജാസിന് ഇന്ദുജയുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാം. ഈ ഒരൊറ്റ കാര്യം കേട്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്വകാര്യതയാണ്. അതായത് ഫോണിന് ഒരു പാസ്വേഡ് കാണും, അതിൻ്റെ അപ്പുറത്തേക്ക് ലോക്ക് കാണും, അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻസ്റ്റഗ്രാമിലൊരു ലോക്ക് കാണും, FBക്ക് ഒരു ലോക്ക് കാണും. ഇങ്ങനെ ഓരോന്നിനും ലോക്ക് ഇടാൻ പറ്റുമോ, എവിടെയൊക്കെ ലോക്ക് ഇടാൻ പറ്റുമോ അവിടെയൊക്കെ ലോക്ക് ഇടുന്നവരാണ് ഇന്നത്തെ മലയാളികൾ, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരെന്ന് പറയുന്നത്. കാര്യം വേറൊരാൾ നമ്മുടെ ഫോൺ പരിശോധിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ പറയുന്ന പങ്കാളികളായാൽ പോലും എന്ന് ശാഠ്യം പിടിക്കുന്ന ഈ ഒരു കാലയളവിൽ ഈ പറയുന്ന ഒരു ഫ്രണ്ടിന്, ഭർത്താവിന് പോലും അറിയാത്ത പാസ്വേഡ് അജാസ് എന്ന് പറയുന്ന ഫ്രണ്ടിന് അറിയാമായിരുന്നു എന്ന് പറയുന്ന സമയത്തെ നമുക്ക് ആത്മബന്ധത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു വിഷയം ഞാൻ എടുത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിൾ സ്റ്റോറീസ് നടക്കുന്നത് ഈ പറയുന്ന കല്യാണത്തിന് ശേഷമാകുന്ന സമയത്ത് അവിഹിതങ്ങളായി മാറുന്നത് അത് എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് സംഭവിക്കാൻ ഇടയുള്ളത് എന്നൊക്കെ ആലോചിച്ച സമയത്താണ് ഒരുപാട് കൂടി വരുവാണ്. നമ്മൾ നിരവധിയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കുറേയധികം വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാമുകന് വേണ്ടി പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് അത് ഭർത്താവിൻ്റെ പേരിലേക്ക് ആക്കിയിട്ട് പോയിട്ടുള്ള ഭാര്യമാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു. അതിലപ്പുറത്തേക്ക് കുഞ്ഞിനെ അത്രയും പൈശാചികമായിട്ട് കൊന്ന് ഇറമ്പിൻ കൂട്ടിൽ എറിഞ്ഞ അമ്മമാരെക്കുറിച്ച് കേൾക്കുന്നു, ബാത്റൂമിലിട്ട് കൊന്ന അമ്മമാരെക്കുറിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പലതരത്തിൽ എങ്ങനെയൊക്കെ കൊല്ലാമോ അത്തരത്തിലെല്ലാം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഓരോ അമ്മമാരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ഈ പറയുന്ന ഭാര്യമാരെ കാമുകികൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താക്കന്മാരെ നമ്മൾ കാണുന്നു. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്താണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എത്തരത്തിലാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നതെന്നുള്ളത്. അതായത് ഒരു തരത്തിലുള്ള നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കൂടുതലായിട്ട് കടന്നു വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ പറയുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, പുറത്തു നിന്ന് സുഹൃത്ത് തലത്തിലേക്ക് വരുന്ന സമയത്തായി പോലും 3 പേര് ഏറ്റവും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ പോലും അതിനുശേഷം 2 പേര് കല്യാണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിലേക്ക് മൂന്നാമത്തെ ആ ഒരു ഫ്രണ്ട്, അതാണോ ആവട്ടെ പെണ്ണാവട്ടെ, കടന്നു വന്നു കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധം തകർന്നു പോകും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നിൽ അവിടെ ഈ പറയുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നൊരു സംഭവം വർക്ക് ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. കല്യാണത്തിന് ശേഷം സ്വന്തം വീട്ടിൽ ഈ പറയുന്ന കൂട്ടുകാരന് കൂടുതലായിട്ട് ഇടം കൊടുക്കുന്ന ഒരു സുഹൃത്ത്, അപ്പം തന്നെ നമുക്ക് കോമൺ സെൻസ് അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അവൻ എത്തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ അഭിജിത്തിന് വീട്ടുകാർ ആരുമില്ല എന്നുള്ളതാണ്. കാരണം അന്യനായിട്ടുള്ള ഒരുത്തൻ ഇനി എത്ര കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മരുമകളുടെ അടുത്ത് കൂടുതലായിട്ട് ഇടപഴകുന്ന ചെയ്യുന്നു, വണ്ടിക്കകത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, പാതിരാത്രി വരെ എവിടെയെങ്കിലുമൊക്കെ ബീച്ചിലൊക്കെ പോകുന്നു, അതിനുശേഷം കൊണ്ടിറക്കി വിടുന്നു. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ലേ, അല്ലെങ്കിൽ ഈ ബന്ധത്തിനെയൊക്കെ കൈകെട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണോ ഇന്നെന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പം പലപ്പോഴും ഇതിൻ്റെയൊക്കെ കമൻറ്റ് സൈഡായിട്ട് ബാക്കിൽ കാണപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള അവളുമാർക്കൊക്കെ ഇത് തന്നെയാണ് വരേണ്ടത്, ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരുടെ കൊലപാതകങ്ങളൊക്കെ കാണുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ അവിഹിത ബന്ധങ്ങൾക്ക് പോകുന്ന ആൾക്കാർ അവർ സ്വയം ക്ലിയർ ആണോ എന്ന് അവർ നോക്കത്തില്ല. നമ്മുടെ കൂടെ അവിഹിത ബന്ധം കൂടുന്ന ആൾ കറക്റ്റ് ആയിരിക്കണം, അവർക്ക് മറ്റൊരു ബന്ധത്തിനോട് കൂടുതൽ ഇത് വരരുത് എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഈ അവിഹിതക്കാരെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഒരു കല്യാണം കഴിച്ച സ്ത്രീയായിട്ട് അവിഹിതത്തിൽ പോകുന്നത് ഒരു കല്യാണം കഴിച്ച ഒരുത്തൻ തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ കൂടുതലായിട്ട് അവളെ ഭർത്താവിൻ്റെ അടുത്ത് മിണ്ടാൻ പാടില്ല. ഇതാണ് അതിൻ്റെ ഒരു സിൻസിയറിറ്റി എന്ന് പറയുന്നത്. ഈ സിൻസിയറിറ്റി നഷ്ടപ്പെടുന്ന സമയത്താണ് അവിടെ ഈ പറഞ്ഞ കൊലപാതകത്തിലേക്ക് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം വൈകൃതമായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ എത്തരത്തിലാണ് നമ്മുടെ സൊസൈറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഇന്നത്തെ ബന്ധങ്ങളെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പോലുള്ള ചാറ്റ് സെക്ഷനിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ട് പാതിരാത്രി ഈ പറയുന്ന ഒരു റൂമിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ അപ്പുറത്തെ സൈഡിലോട്ടും ഇപ്പുറത്തെ സൈഡിലോട്ടും തിരിഞ്ഞു നടന്ന് കുത്താൻ വേണ്ടിയിട്ട് ഓരോ ഫോൺ രണ്ടിൻ്റെയും കയ്യിൽ കാണും. ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഒക്കെ വിളിച്ച് പറയുകയാണ് രണ്ടുപേരും. എന്നാൽ ആ രണ്ടുപേരും ചേർന്ന് ഒന്നിച്ചിരുന്ന് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇത് അവസാനം കുടുംബ കോടതിയിലേക്ക് എത്തുന്ന, ഡിവോഴ്സിലേക്ക് എത്തുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ആ നടുക്ക് കിടക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ ഏറ്റവും അസഹനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. രണ്ടുപേരും ഈ പറയുന്ന കുഞ്ഞിനെ കൊല്ലുന്നു, രണ്ടെണ്ണം തൂങ്ങിച്ചാവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇറങ്ങിപ്പോകുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നാട്ടുകാരോട് നമ്മൾ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഇടക്കുന്ന സമയത്തിൻ്റെ പകുതി പോലും നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭദ്രമാക്കാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ശരിയാക്കാൻ വേണ്ടി ഒരു മിനിറ്റ് പോലും തയ്യാറാക്കാത്ത വിധത്തിലേക്ക് പോകുന്ന ഇന്നത്തെ ന്യൂ ജനറേഷനെ കാണുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകളുടെ പ്രസക്തി കൂടുതലായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നു.